My name is Faisi. ഓരോ കുട്ടികളുടെ അമ്മമാരൊക്കെ ചോദിക്കാറുണ്ട്, 10th പഠിക്കുന്ന മകളുണ്ട്, വർക്കൗട്ട് ചെയ്യാമോ? ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. വർക്കൗട്ടിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. എന്താണ് ജിമ്മിൽ വരുമ്പോൾ അവർക്കൊരു ഭയങ്കര ഇൻസെക്യൂർഡ് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഒരു ഹോൾ ബോഡി വാം അപ്പ് ചെയ്തിട്ട് മാത്രമേ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഹലോ, മൈ നെയിം ഈസ് ഫൈസി. ഞാൻ വർക്കലയിൽ AR ഫിറ്റ്നസ് ജിമ്മിൽ നിന്നാണ് സംസാരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നടത്തി വരുന്ന ഒരു ജിമ്മാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഫിറ്റ്നസ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ മോസ്റ്റ് കോമൺലി ഉള്ള അവരുടെ ഡൗട്ടാണ്, അവിടെ ജിമ്മിൽ ഏത് പ്രായത്തിൽ വരാം, വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ കരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടുന്നത് എന്നുള്ള ഒരുപാട് ഡൗട്ട്സായിട്ട് ഒരുപാട് സ്ത്രീകൾ ഇവിടെ വരാറുണ്ട്. മോസ്റ്റ് കോമൺലി ഇപ്പോൾ വരാറുള്ളത് നമ്മുടെ വീട്ടമ്മമാരും അതേസമയം ഒരുപാട് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ടീനേജേഴ്സ് ഉണ്ടാവും, കോളേജ് സ്റ്റുഡൻസ് ഉണ്ടാവും, ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് പേരുടെ ഡൗട്ടാണ്, നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഏത് വയസ്സ് മുതലുള്ള ആൾക്കാർക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം എന്നുള്ളത് ഒരു വലിയ ഡൗട്ടാണ്. ഇവിടെ വന്ന് ഓരോ കുട്ടികളുടെ അമ്മമാരൊക്കെ ചോദിക്കാറുണ്ട്, 10th പഠിക്കുന്ന മകളുണ്ട്, വർക്കൗട്ട് ചെയ്യാമോ? ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ഓരോ ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടും ഓരോ ടൈപ്പ് ഓഫ് വർക്കൗട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്ക് ഏകദേശം 6 to 11 വരെ നമുക്ക് വർക്കൗട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. കൊച്ചുകുട്ടികളെന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ 6 മുതൽ 11 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക്, കൊച്ചുകുട്ടികൾക്ക് വരെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം. ഈ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് നമുക്കിപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സൈക്ലിംഗ് കൊടുക്കാം, റണ്ണിങ് ചെയ്യിക്കാം, ഇതുപോലെ എന്തെങ്കിലും സ്കിപ്പിംഗ് സംതിങ്, എന്തെങ്കിലും നമുക്ക് ലൈറ്റായിട്ട് കാർഡിയോ, ട്രെഡ്മില്ലിൽ ചെറുതായിട്ട് നടത്തിക്കാം. അങ്ങനത്തെ എന്തെങ്കിലും വർക്കൗട്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. വന്നുടനെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക സംതിങ്, അതൊന്നും ഒരു തെറ്റായ ധാരണയാണ്. കാര്യം ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അവർ പ്രോപ്പറായിട്ട് സർട്ടിഫിക്കേഷൻ ചെയ്തൊരു ട്രെയിനറാണോ, അവർ പ്രൊഫഷണൽസ് ആണോ എന്ന് മാത്രമാണ്. അവരുടെ അണ്ടറിലാണോ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്? കാര്യം ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോഴും അതിന് ഒരുപാട് നമ്മൾ ഈ കാണുമ്പോൾ ഉള്ള അത്രയും സിമ്പിൾ അല്ല. ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ ഒരു റണ്ണിങ് ചെയ്യുമ്പോഴോ ആയി പോലും ഓരോ വർക്കൗട്ടിനും അതിൻ്റേതായിട്ടുള്ള പോസ്ചർ ഉണ്ട്. അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇഞ്ചുറി സംഭവിക്കാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത്, നമുക്ക് അടുത്ത ഒരു ടീനേജേഴ്സിൽ വർക്കൗട്ട് ചെയ്യാം. കാര്യം ഇപ്പോൾ ഒരുപാട് അമ്മമാർ ജിമ്മിൽ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാര്യം നമുക്ക് എല്ലാ കാറ്റഗറിയിലെ ആൾക്കാർക്കും നമുക്ക് വർക്കൗട്ട് ചെയ്യാം, അതുകൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല. പക്ഷേ ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരും ചെയ്യാൻ പാടില്ലാത്ത സ്റ്റേജസും ഉണ്ടാവും. അതായത് നമ്മൾ കൈക്ക് ഫ്രാക്ചറോ കാര്യങ്ങളോ, വളരെ റീസെൻ്റായിട്ട് കൈക്ക് ഫ്രാക്ചറോ കാലിന് ഫ്രാക്ചറോ കാര്യങ്ങളൊക്കെ പറ്റിയ ആൾക്കാർ നമ്മൾ അത് മാക്സിമം അത് ഹീലായിട്ടോ അല്ലെങ്കിൽ ക്യൂർ ആയിട്ടോ ചെയ്യാൻ നോക്കുക. അത് ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ ജിമ്മിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ജിമ്മിൽ വരുന്നതിന് മുമ്പായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ള എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, എന്താ ചെയ്യുക? കാര്യം വർക്കൗട്ടിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. എന്താണ് ജിമ്മിൽ വരുമ്പോൾ അവർക്കൊരു ഭയങ്കര ഇൻസെക്യൂർഡ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ ഉണ്ടാവും. പല കാറ്റഗറിയിലെ ആൾക്കാർ, പല ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരുണ്ടാവും, പല രീതിയിൽ പല ഇൻറ്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഉടനെ അവരെ ഫോക്കസ് ചെയ്യാതിരിക്കുക. കാര്യം നമ്മുടെ സ്റ്റാമിന ആയിരിക്കില്ല അവർക്കുള്ളത്. അവർ ചിലപ്പോൾ ജിമ്മിൽ വന്നിട്ട് ചിലപ്പോൾ ഒരു 3 മാസമായിട്ടുണ്ടാവും, ചിലപ്പോൾ അവരുടെ ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 2 മാസമോ ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അയ്യോ അവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വരുന്ന ഒരാൾക്ക് നല്ല ഫാറ്റുള്ള ഒരാളായിരിക്കും, അയ്യോ എനിക്ക് ഷെയിമാണ് സംതിങ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഒരു ജിമ്മിൽ വരിക, ട്രെയിനറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് എന്ത് വർക്കൗട്ടാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അതനുസരിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുക. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. വന്നുടനെ ഒരു 10 കിലോയൊക്കെ എടുത്ത് പൊക്കാൻ അങ്ങനെയൊന്നും ശ്രമിക്കാതിരിക്കുക. അപ്പോഴേക്കും അത് ഉണ്ടാകുന്ന നമ്മുടെ ഹെൽത്തിന് മാത്രമേ ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഇഞ്ചുറി വരാൻ ചാൻസസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് പതിയെ നമ്മൾ ബോഡി വാമപ്പ് ചെയ്യുക.
നമ്മൾ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ വാമപ്പ് എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഓരോ സ്പോർട്സ് ആക്ടിവിറ്റിക്കും ഓരോ വാമപ്പ് ഉണ്ട്. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിക്കോട്ടെ, ഫുട്ബോൾ പ്ലെയർ ആയിക്കോട്ടെ, ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന ആളായിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു വാമപ്പ് കൊടുത്തിട്ടാണ് ഇവർ ഈ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്ത് തുടങ്ങുന്നത്. നിങ്ങളുടെ ഒരു ഹോൾ ബോഡി വാമപ്പ് ചെയ്തിട്ട് മാത്രമേ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ജിമ്മിൽ ഒരു വർക്കൗട്ടിലിട്ട് പോകുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാമപ്പ് ചെയ്യുന്നതെന്നുള്ളൊരു തോട്ട് എല്ലാവർക്കും വരുമല്ലേ. നമ്മൾ വാമപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടാനും, നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യാനും, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനും, ജോയിൻറ്റ് മൊബിലിറ്റിക്കും വേണ്ടിയിട്ടാണ് വാമപ്പ് സെഷൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ബേസിക് വാമപ്പ്, അതായത് ഒരു ബിഗിനർ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തെല്ലാം ഒരു ഹോൾ ബോഡി വാമപ്പ് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് അലീഷ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെയ്തു വരുന്ന വാമപ്പ് എന്ന് പറഞ്ഞാൽ നെക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്ക് ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. അതായത് നെക്ക് നമ്മൾ അപ്വേർഡും ബാക്ക്വേർഡും കൊടുക്കുക. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 to 10 ടൈംസ് ചെയ്യുക. നമ്മൾ അടുത്തത് ചെയ്യുന്നത് നെക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റൊട്ടേഷൻ. നെക്ക് നമ്മൾ റൈറ്റും ലെഫ്റ്റും മൂവ് ചെയ്യുക. വളരെ സ്ലോയിൽ മാത്രമേ വാമപ്പ് കൊടുക്കാവൂ. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ വാമപ്പ് കൊടുക്കരുത്. അടുത്തതായിട്ട് വരേണ്ടത് നമ്മൾ ഷോൾഡർ സ്മോൾ സർക്കിൾസ്. അതായത് ഷോൾഡർ വളരെ ആംസ് നമ്മൾ വളരെ സ്ലോയിൽ സർക്കിൾ ചെയ്യുക. ഫ്രണ്ട് ആൻഡ് ബാക്ക്. നമ്മൾ ഏതൊരു സൈഡ് ചെയ്യുമ്പോഴും നമ്മൾ ഫ്രണ്ടും ബാക്കും ചെയ്യണം. നമ്മൾ ഓപ്പോസിറ്റ് സെഷനും കൂടെ കൊടുക്കണം. നമ്മൾ ഫ്രണ്ട് റൊട്ടേഷൻ കൊടുക്കുമ്പോൾ അതേപോലെ ഓപ്പോസിറ്റ് സൈഡും കൊടുക്കണം. അടുത്തത് ഷോൾഡർ സിംഗിൾ ആം റൊട്ടേഷൻ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴും ബോത്ത് സൈഡ്സ് ചെയ്യാൻ ശ്രമിക്കുക. അല്ല, ബോത്ത് സൈഡ് തന്നെ ചെയ്യണം. രണ്ട് സൈഡും ചെയ്യുക. റൈറ്റും ലെഫ്റ്റും എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് സൈഡ് ബെൻഡ്. ബോത്ത് സൈഡ്സ്. സൈഡ് ബെൻഡ് ബോത്ത് സൈഡ്സ്. വളരെ സ്ലോയിൽ മാത്രം ചെയ്യുക. അടുത്തതായിട്ട് വരുന്നത് വിൻഡ് മിൽ. അതായത് നന്നായിട്ട് ലെഗ് വൈഡ് ചെയ്ത് വെക്കുക. ദെൻ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് ടച്ച് ചെയ്യുക. ദെൻ അടുത്തത് നീ ലിഫ്റ്റ് ബോത്ത് സൈഡ്സ്. നമ്മുടെ നീ ലിഫ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ബോത്ത് സൈഡ്സും ചെയ്യുക. റൈറ്റ് ലെഫ്റ്റ് ഹോൾഡ് ചെയ്ത് പതുക്കെ ചെയ്യുക. അടുത്തതായിട്ട് ചെയ്യുന്നത് ലെഗ് സ്വിങ്സ്. ഫ്രണ്ട് ബാക്ക്. ലെഗ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യുക. അടുത്തതായിട്ട് വരുന്നത് സ്റ്റാൻഡിങ് ലഞ്ചസ്. ഇത് നമ്മുടെ ലെഗ് എല്ലാം ഒന്ന് ആക്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സ്റ്റാൻഡിങ് ലഞ്ചസ് ബോത്ത് സൈഡ്സ്. ഓക്കെ, നമ്മൾ സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്ത് വെച്ച ശേഷം മാത്രമേ ചെയ്യാവൂ. ബോഡി ഒന്നും ബെൻഡ് ചെയ്യരുത്. വളരെ സ്ട്രെയിറ്റ് ആക്കി വെച്ച ശേഷം രണ്ട് സൈഡും ചെയ്യാം.